എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നൊരു ഒഴിച്ചുകറി ഉണ്ടാക്കിയാലോ? മീൻകറിക്ക് പകരമൊക്കെ ഉപയോഗിക്കുന്ന നല്ലൊരു നാടൻ കറിയാണ് കേട്ടോ ഞാനിന്നുണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ട സാധനങ്ങളൊക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മുരിങ്ങക്കായ, മാങ്ങ, ചക്കക്കുരു, എല്ലാ സാധനങ്ങളും കുറച്ച് മതി കേട്ടോ. 4 മുരിങ്ങക്കായ ഒന്നും വേണ്ട കേട്ടോ. അത് ഞാനിവിടെ എടുത്ത് വെച്ചതേ ഉള്ളൂ. 3 കൂടി ആയാൽ കഷ്ണങ്ങൾ കൂടിപ്പോവും. അപ്പോൾ നമുക്കത് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിലെടുക്കാം കേട്ടോ. കുരുവൊക്കെ പിന്നെ മുരിങ്ങക്കായ് ചിലവർ രണ്ടായിട്ട് പിളർത്തിയിട്ടെടുക്കില്ലേ, ഞാൻ പക്ഷേ ഇങ്ങനെ ചുരണ്ടിയിട്ട് ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇടുന്നത്. ഇത്ര വലുപ്പത്തിലാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അങ്ങനെ ഞാൻ മുരിങ്ങക്കായ് കൂടി മുറിച്ചിട്ട് കേട്ടോ. അതിന് നമുക്ക് മാങ്ങ കൂടി മുറിച്ചിടണ്ടേ. ഇളം മുരിങ്ങക്കായ് വേണം കേട്ടോ എടുക്കാൻ. ഇത് മൂത്ത മുരിങ്ങക്കായ് അങ്ങനെ കൊള്ളില്ല കേട്ടോ. ഇനി നമുക്ക് മാങ്ങ ചെത്തിയെടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള പുളിയുള്ള മാങ്ങ എടുക്കാം കേട്ടോ. ഈ ഒരു മാങ്ങ മുഴുവനും വേണ്ട, പുളി കൂടിപ്പോവില്ലേ. ഇപ്പോൾ നമുക്കിനി ഇതൊക്കെ നന്നായിട്ട് കഴുകിയിട്ടെടുക്കാം. അപ്പോൾ ഇത്രയും മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അധികം മാങ്ങ ചേർത്താൽ പുളി കൂടിപ്പോകും. ഇനി നമുക്ക് ഈ കുരു കൂടി നന്നായിട്ട് കഴുകിയെടുക്കാം. ഇനി നമുക്ക് കുരു ആദ്യം നമുക്ക് വേവിച്ചെടുക്കണം. കുരുവിന് കുറച്ച് വേവ് കൂടുതലല്ലേ, അതുകൊണ്ട് കുരു ആദ്യം നമുക്ക് ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുക്കാം. ഇത് നെകുക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ട് നെകുക്കെ വെള്ളം ഒഴിച്ച് നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ കുരു വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് മുരിങ്ങക്കായ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് മുരിങ്ങക്കായ് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അവസാനമായിട്ട് നമുക്ക് നേരത്തെ വെച്ച മാങ്ങയില്ല, അതുകൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് അരച്ചെടുക്കേണ്ട സാധനങ്ങൾ നോക്കാം. ആവശ്യത്തിന് തേങ്ങ എടുക്കുക, 3-4 വെളുത്തുള്ളി, ഒരു 3-4 ചെറിയുള്ളി, ജീരകം, അല്പം മഞ്ഞൾപ്പൊടി, ഇതൊക്കെ ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് മാങ്ങ നമുക്ക് ആദ്യം ചേർത്തിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മാങ്ങ കൂടി വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ അരച്ച് വെച്ച തേങ്ങയില്ലേ ഇത് ചേർത്ത് നന്നായിട്ട് കലക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇത് കറിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് എടുത്ത് ഇളവരുന്നത് വരെ നമുക്കിത് തിളപ്പിച്ചെടുക്കാം. അപ്പം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. ഇത് നമുക്ക് പകുതി മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഈ കറി അധികം ലൂസായിട്ട് പോകരുത് കേട്ടോ, വെള്ളം അധികം കൂടി പോകല്ല. ഈ കറി നന്നായി തിളച്ചാൽ നമുക്ക് ഇതിലേക്ക് ഒരു വറവിട്ട് കൊടുക്കാം.
ഇനി ഇതിലേക്ക് കടുക് ചേർക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞതില്ലേ അതും കൂടി ചേർത്ത് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതും കൂടി ഒഴിച്ചാൽ നമ്മുടെ ടേസ്റ്റിയായ മുരിങ്ങക്കായ പച്ചമാങ്ങ ചക്കക്കുരു കറി ഇവിടെ റെഡിയായി കേട്ടോ. ഇത് മീൻ കറി ഇല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു നല്ല കറിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. ടാറ്റ ബൈ ബൈ.